കാസർഗോഡ് മഞ്ചേശ്വരത്ത് അമ്മയെ മകൻ കൊന്നു എന്നുള്ളതിൽ അല്പസമയം മുൻപാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് വളരെ പ്രധാനപ്പെട്ടൊരു വെളിപ്പെടുത്തൽ വന്നത്. കൊലപ്പെടുത്തിയ ശേഷം കത്തിച്ചതാണോ എന്നൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നിരിക്കുകയാണ്. മൃതദേഹത്തിൽ മർദ്ദനത്തിന്റെ പാടുകൾ, രക്തക്കറയെല്ലാം കാണാനുണ്ട് എന്നുള്ളതാണ്. പ്രതി രക്ഷപ്പെട്ടിട്ടുണ്ട്. പ്രതിക്കായുള്ള തെരച്ചിൽ ഊർജിതമായി നടക്കുന്നു എന്നുള്ളതാണ്. അരുൺ പാറയ്ക്കൽ വിശദാംശങ്ങളുമായുണ്ട്. അരുൺ, പോലീസ് ഇപ്പോൾ അല്പം മുൻപാണ് തീ കൊളുത്തി ഉള്ള കൊലപാതകമല്ല എന്ന് പറയുന്നത്. അത് സ്ഥിരീകരിച്ച് തന്നെയാണോ പോലീസ് പറഞ്ഞിട്ടുള്ളത്? മർദ്ദിച്ച് കൊന്നതിന് ശേഷം മൃതദേഹം തീ കൊളുത്തി എന്നുള്ള തരത്തിലേക്ക് അങ്ങനെ തന്നെയാണോ പോലീസ് പറയുന്നത്? അനുജ, അല്പസമയം മുമ്പാണ് ജില്ലാ പോലീസ് മേധാവി വിജയ് ഭാരത് റെഡ്ഡി മാധ്യമങ്ങളെ കണ്ടത്. പക്ഷേ നേരത്തെ ഇപ്പോൾ അനുജ പറഞ്ഞ കാര്യങ്ങൾ അത് നമുക്ക് ഇവിടെ നിന്ന് ലഭിച്ച ഈ ഫീൽഡിൽ നിന്ന് ലഭിച്ച വിവരങ്ങളാണ്. ഫീൽഡയെ കൊലപ്പെടുത്തിയതാണോ എന്നൊരു സംശയം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. വീടിനകത്തും പരിസരത്തുമൊക്കെ രക്തക്കറകൾ കാണുന്നുണ്ട്. മർദ്ദനമേറ്റു എന്ന കാര്യത്തിലൊരു തർക്കവുമില്ല. മൃതദേഹത്തിൽ മർദ്ദനമേറ്റ പാടുകളുണ്ട് എന്നും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ജില്ലാ പോലീസ് മേധാവി അക്കാര്യത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മാത്രമേ അത് സ്ഥിരീകരിക്കാൻ സാധിക്കൂ എന്നാണ് ജില്ലാ പോലീസ് മേധാവി പറഞ്ഞത്. കൊലപ്പെടുത്തിയ ശേഷം കത്തിച്ചതാണോ എന്നൊരു സംശയമാണ് ഇപ്പോൾ നിലവിൽ അന്വേഷണ സംഘത്തിനുള്ളത്. ഇപ്പോൾ ഇതാ ഇൻക്വസ്റ്റ് നടപടികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫോറൻസിക് സംഘമൊക്കെ നേരത്തെ സ്ഥലത്തെത്തിയിരുന്നു. ജില്ലാ പോലീസ് മേധാവി വിജയ് ഭാരത് റെഡ്ഡി അല്പസമയം മുൻപാണ് ഇവിടെ നിന്ന് പോയത്. അതിനിടയിൽ ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് ഈ മെൽവിൻ, അതായത് ഈ പ്രതി അമ്മയെ കൊലപ്പെടുത്തിയതിന് ശേഷം മറ്റൊരു യുവതി, അയൽവാസിയായ യുവതിയെയും ലൊലീറ്റയെയും ആക്രമണത്തിന് ഇരയാക്കിയിരുന്നു. അതിനുശേഷം 6:30 ഇവിടെ നിന്ന് ഓട്ടോ സ്റ്റാൻഡിലേക്ക് പോയി എന്നൊരു വിവരം, നിർണായകമായ ഒരു വിവരമാണ്. അത് പുറത്തു വന്നു. അവിടെ വെച്ച് അബ്ദുൾ ലത്തീഫ് എന്ന ഒരു ഓട്ടോ ഡ്രൈവർ അദ്ദേഹത്തിനോട് ഈ ഹൊസങ്കടിയിലേക്ക് എത്ര രൂപ ചാർജ് ആവുമെന്ന് ഈ പ്രതി ചോദിച്ചിരുന്നു. ആ സമയത്ത് ഒരു ചുവന്ന ടീഷർട്ടും കറുത്ത പാൻറ്റുമായിരുന്നു ഈ പ്രതിയുടെ വേഷമെന്നും പറയുന്നുണ്ട്. ആ ഓട്ടോ ഡ്രൈവർ നമ്മളോട് സംസാരിച്ചിരുന്നു. ആ ഘട്ടത്തിൽ പറഞ്ഞത് ചുവന്ന ടീഷർട്ടും കറുപ്പ് പാൻറ്റുമായിരുന്നു ഈ പ്രതി ധരിച്ചിരുന്നതെന്നാണ്. അവിടെ വെച്ച് ഹൊസങ്കടിയിൽ ഇറങ്ങിയതിന് ശേഷം മംഗലാപുരം ഭാഗത്തേക്കുള്ള ബസ്സിലാണ് ഈ പ്രതി കയറിയതെന്നും ഈ പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അത് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. മംഗലാപുരത്താണ് അന്വേഷണ സംഘം, വിവിധ സംഘങ്ങളായാണ് പോലീസ് ഈ കേസ് അന്വേഷിക്കുന്നത്. നിലവിൽ കേസ് അന്വേഷിക്കുന്നത്. പ്രതി കർണാടക ഭാഗത്തേക്ക്, മംഗലാപുരം ഭാഗത്തേക്ക് കടന്നു എന്നൊരു സംശയമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇപ്പോൾ ഇതാ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് തുടങ്ങി ഫോറൻസിക് സംഘമൊക്കെ നേരത്തെ തന്നെ സ്ഥലത്തെത്തിയിരുന്നു. ആ മൃതദേഹത്തിൽ എത്രത്തോളം മാരകമായി മുറിവേറ്റിട്ടുണ്ട്, മർദ്ദനമേറ്റിട്ടുണ്ട് എന്ന കാര്യമാണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നത്. എന്തായാലും മർദ്ദിച്ചാണ് ഈ കൊലപ്പെടുത്തിയത്, അല്ലെങ്കിൽ മർദ്ദനമേറ്റു എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല. അത് കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ്. ഈ വീടിനും പരിസര പ്രദേശത്തും രക്തക്കറകൾ തളം കെട്ടി നിൽക്കുന്നതായി പലയിടത്തും കാണപ്പെട്ടിട്ടുണ്ട്. അനുജ, ശരി. മഞ്ചേശ്വരത്തുണ്ടായ കൊലപാതകം അത് മർദ്ദിച്ച് കൊലപ്പെടുത്തിയതാണോ എന്നൊരു സംശയം പോലീസിനുണ്ട്. പക്ഷേ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷമേ അത് സ്ഥിരീകരിക്കാൻ കഴിയൂ. മർദ്ദിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം മൃതദേഹത്തിൽ തീ കൊളുത്തിയതാകാം എന്നൊരു സംശയമുണ്ട്. അത്തരത്തിൽ മർദ്ദനത്തിന്റെ പാടുകൾ, രക്തക്കറകളൊക്കെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് അരുൺ പാറയ്ക്കൽ വോർക്കാടിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത്.